ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. 15 വർഷം മുൻപ് ആലപ്പുഴ മാന്നാറിൽ നിന്ന് കാണാതായ പെൺകുട്ടിയെ കൊന്നു കുഴിച്ചു മൂടിയതായി സംശയം. സംഭവത്തിൽ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എ.വി. ജയശങ്കർ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ജയശങ്കർ, ഇപ്പോൾ കുഴി തോണ്ടി പരിശോധന നടത്തുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവിടെ ഏത് രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? ഈ ഊമക്കത്ത് സംബന്ധിച്ച് പോലീസ് പറയുന്നത് എന്താണ്? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? 15 വർഷം മുൻപാണ് ആലപ്പുഴ മാന്നാറിൽ നിന്നും ഈ പെൺകുട്ടിയെ കാണാതായത്. ഈ പെൺകുട്ടിയെ കൊന്നു കുഴിച്ചു മൂടിയതായാണ് ഇപ്പോൾ മാന്നാറിൽ നിന്നും 24-ന്റെ പ്രാദേശിക പ്രതിനിധി അൻഷാദ് ചേരുന്നു. അൻഷാദ്, ഈ പോലീസിന് ഇപ്പോൾ ഈ ഊമക്കത്ത് കിട്ടിയതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? അതോടൊപ്പം ഈ സ്ഥലത്തെ പരിശോധന, ഈ കുഴി തോണ്ടിയുള്ള പരിശോധന, അതിപ്പോൾ ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു? എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലായി അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, അൻഷാദ്? എസ് പി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ പ്രദേശത്ത് വീടിന്റെ മുറ്റത്തുള്ള സെപ്റ്റി ടാങ്ക് തുറന്നുള്ള പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷം മുമ്പാണ് കല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണാതായതായി ഉള്ള ഒരു പരാതി മാന്നാർ പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്നത്. അതിനുശേഷം മറ്റ് നടപടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ ഭർത്താവ് അനിൽ തുടർന്ന് മറ്റു വിവാഹം കഴിച്ചു. അതിൽ കുട്ടികളുമായി ജീവിച്ചു പോകുന്നു. ഇപ്പൊ അദ്ദേഹം ഇസ്രായേലിലാണ് ഉള്ളത്. ഈ അടുത്ത സമയത്ത് ഒരു ഊമക്കത്ത് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കൊലപാതകം ആണ് എന്നുള്ള രീതിയിലേക്കുള്ള ചുരുളഴിയുന്നത്. എന്തായാലും സ്ഥലത്തിപ്പോ പോലീസ് സംഘം പരിശോധന നടത്തുകയാണ്. തുടർന്നുള്ള വിവരങ്ങൾ അടുത്ത സമയങ്ങളിൽ നൽകാം. അൻഷാദ്, ഈ കല എന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ ഇത് സംബന്ധിച്ച് ഈ പെൺകുട്ടിയെ കാണാതായതിനു ശേഷം എന്തെങ്കിലും തരത്തിലുള്ള പരാതികളോ മറ്റുമായി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നോ? ഈ കുട്ടിയുടെ വീട്ടുകാരെ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടോ? കലയുടെ കുടുംബത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. 2 സഹോദരങ്ങൾ ഉള്ളതായിട്ടാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അതിൽ ഒരു സഹോദരൻ ബദലിലും മൂകനുമാണ്. അതിൽ മറ്റൊരു സഹോദരൻ ടാക്സി ഡ്രൈവറാണ്. അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് മറ്റു പരാതികൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ കല എന്ന പെൺകുട്ടിയെ കാണുവാനില്ല എന്ന് പറഞ്ഞ് കലയുടെ ഭർത്താവ് അനിൽ പോലീസ് സ്റ്റേഷനിൽ 15 വർഷം മുമ്പ് ഒരു പരാതി നൽകിയതായി അറിയുന്നു. അൻഷാദ്, ഇപ്പോൾ ഈ കുഴി തോണ്ടിയുള്ള പരിശോധന അത് എവിടെയാണ്? ഏത് പുരയിടമാണിത്? എരമത്തൂർ കണ്ണമ്പള്ളിൽ എന്ന് പറയുന്ന ഭാഗത്ത് അനിലിന്റെ പുരയിടത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. അനിലിന്റെ പുരയിടത്തിലെ പഴയ സെപ്റ്റി ടാങ്ക് ആണ് ഇപ്പോൾ പൊളിച്ച് പോലീസ് പരിശോധന നടത്തുന്നത്. ഇവിടെയാണോ ഇവർ നേരത്തെ താമസിച്ചിരുന്നത്? ഇവർ ഒരുമിച്ച് താമസിച്ചിരുന്നത്? അനിലും കലയും ഒരുമിച്ച് താമസിച്ചിരുന്ന വീട് ഇന്ന സ്ഥലമാണ്. ഇപ്പൊ അവിടെ ഒരു പുതിയ വീടാണുള്ളതെങ്കിലും പഴയ സെപ്റ്റി ടാങ്ക് അതേപടി അവിടെ നിലനിൽക്കുകയാണ്. ഈ ഭർത്താവിന്റെ കുടുംബം അവരൊക്കെ ഇപ്പോൾ അവിടെ താമസമുണ്ടോ ഈ ഒരു പരിശോധന നടത്തുന്ന സ്ഥലത്ത്? തീർച്ചയായും ഭർത്താവിന്റെ അമ്മയും അച്ഛനും ഒക്കെ തന്നെ താമസമുണ്ട്. ഈ മരണപ്പെട്ടു പോയ കലയിൽ പിറന്ന ഒരു ആൺകുട്ടിയും ഇവിടെ തന്നെ ആണ് താമസം. വളരെ നന്ദി. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് അൻഷാദിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ എ.വി. ജയശങ്കർ കൂടി അവിടെ നിന്ന് ചേരുകയാണ്. ജയശങ്കർ, ഇപ്പോൾ പരിശോധന ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു? പോലീസിൽ നിന്നും കൂടുതലായി എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ? ഈ പരിശോധന നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നാട്ടുകാരും ഒക്കെ കൂടി നിൽക്കുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോൾ എങ്ങനെയാണ് അവിടെ പരിശോധനകൾ നടക്കുന്നത്, ജയശങ്കർ? ആളുകൾ ഉൾപ്പെടെ ഇവിടെ വലിയൊരു നാട്ടുകാർ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. അവർക്കുൾപ്പെടെ വലിയ ആകാംക്ഷ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് പോലീസ് ഈ സെപ്റ്റി ടാങ്ക് ഉള്ള പ്രദേശത്തിന്റെ അളവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ടാങ്കിന്റെ ഇത് പൊളിച്ചുകൊണ്ട് ഈ ടാങ്ക് പൊളിക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിക്കും. കാരണം ഈ ടാങ്ക് അല്പം ആഴത്തിലാണ്, മണ്ണിട്ട് മൂടിയ അവസ്ഥയിലാണുള്ളത്. കുറച്ച് പഴയ ടാങ്ക് ആയിരുന്നു. ആദ്യം ഇവിടെ ഒരു പഴയ നിൽകുമാറിന്റെ പുരയിടമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ മറ്റൊരു വീടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പഴയൊരു ടാങ്കാണ്. അതുകൊണ്ട് തന്നെ ഇത് അതീവ ശ്രദ്ധയോടുകൂടി വേണം പൊളിക്കാൻ. ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇത്തരം നടപടികൾ നടക്കുന്നത്. ഈ ടാങ്കിന്റെ നീളവും വീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്ത ഈ പ്രദേശത്തെ മണ്ണ് മാറ്റി വേണം ഈ ടാങ്ക് പൊളിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാൻ. എന്തായാലും ഈ ടാങ്ക് പൊളിച്ച് ഇതിനുള്ളിൽ ഈ മൊഴികളിൽ പറയുന്ന പോലെ ഈ കസ്റ്റഡിയിലുള്ള ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അടക്കമുള്ള ആളുകളുടെ മൊഴിയിൽ പറയുന്നത് പോലെ ഇതിനുള്ളിൽ ഈ കല എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അസ്ഥി ഉണ്ടോ എന്നുള്ളതാണ് നിലവിൽ പോലീസിന് സ്ഥിരീകരിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകൾ കസ്റ്റഡിയിൽ ഉണ്ടെന്നൊരു വിവരം പുറത്തു വന്നിരുന്നു. പിന്നീട് പോലീസ് തന്നെ അത്തരത്തിൽ കസ്റ്റഡിയിൽ ഭർത്താവിനെ എടുത്തിട്ടില്ല എന്ന വിവരം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ പോലീസും ഈ കാര്യത്തിൽ പൂർണ്ണമായ കാര്യങ്ങൾ വിട്ടു പറയാത്ത ഘട്ടമാണ്. കാരണം പോലീസ് നിലവിൽ വ്യക്തമാക്കുന്നത് അന്വേഷണം നടക്കട്ടെ, കുറച്ചധികം തെളിവുകൾ ലഭിച്ചാൽ മാധ്യമങ്ങളെ കാണുമെന്നൊരു നിലപാടാണ് പറയുന്നത്. എസ് പി തന്നെയായിരിക്കും, ആലപ്പുഴ എസ് പി തന്നെയായിരിക്കും ഇതിന്റെ കൂടുതൽ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള
നിർണായകമായ വിവരങ്ങൾ, അതിന്റെ തെളിവുകൾ ലഭിച്ച ശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ അറിയിക്കുക. എന്തായാലും കാര്യങ്ങൾ കൃത്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ അറിയിക്കുമെന്ന ഒരു കാര്യം പോലീസ് ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ കണ്ടെത്താനുണ്ട്, ഈ അസ്ഥിക്കൂടത്തിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താനുണ്ട്. ഇതിനുശേഷം മാത്രമായിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ ഒരു പ്രതികരണം വരിക. നിലവിൽ പോലീസ് ഈ വിഷയത്തിൽ ഒരു തരത്തിലും ഔദ്യോഗികമായ ഒരു പ്രതികരണവും നടത്തുന്നില്ല. ചില അന്വേഷണം നടത്തുന്നു, ഇത്തരത്തിൽ ചില മൊഴികൾ ലഭിച്ചു, ചില അന്വേഷണം നടത്തുന്നു എന്ന പ്രാഥമിക വിവരം മാത്രമാണ് പോലീസ് നടത്തുന്നത്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് പോലീസിന്റെ ഭാഗത്തുനിന്നും സ്പെഷ്യൽ ബ്രാഞ്ചിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ഗ്രൗണ്ട് വർക്ക് നടക്കുന്നുണ്ട്. കാരണം 15 വർഷം പഴക്കമുള്ള വിഷയമാണ്. ഇതിന്റെ പഴയ ഈ കേസുമായി ബന്ധപ്പെട്ട പഴയ രേഖകളും മൊഴികളും അന്നത്തെ ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട അനിൽകുമാറിന്റെ പരാതി ഉൾപ്പെടെ തുടർ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ രേഖകൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഒപ്പം ഇവരുടെ ബന്ധുക്കളുടെ ഉൾപ്പെടെ എല്ലാം വിവരങ്ങളും ഇവരെ കണ്ടെത്താനുള്ള കാര്യങ്ങളെല്ലാം പോലീസ് നടത്തുന്നുണ്ട്. അത്തരത്തിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വളരെ ജയശങ്കർ, ഞാൻ വിശാലമായ തിരികെ എത്തിയപ്പോൾ മനീഷ് മഹിപാൽ കൂടി ചേരുകയാണ് ആലപ്പുഴയിൽ നിന്നും. മനീഷ്, ഈ ഊമക്കത്തിലൂടെയാണ് പോലീസിന് ഈ ഒരു സംഭവത്തിന്റെ ഒരു ചുരുൾ അഴിക്കാൻ സാധിച്ചത്. ഇപ്പോൾ അവിടെ വിശദമായ ഒരു പരിശോധനയും നടക്കുകയാണ്. ഈ കസ്റ്റഡിയിലുള്ള പ്രതികളുടെ ഭാഗത്തു നിന്നും പോലീസിന് എന്തൊക്കെ തരത്തിലുള്ള മൊഴികൾ ലഭിച്ചിട്ടുണ്ട്? ഈ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ പോലീസിന് എത്രത്തോളം ഈ ഒരു ദുരൂഹതയുടെ ചുരുൾ അഴിക്കാനാകും എന്നൊരു പ്രതീക്ഷയുണ്ട്. ഈ കസ്റ്റഡിയിലുള്ള പ്രതികളുടെ ഒരു കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ മനീഷ്? ശ്രീലക്ഷ്മി 2 പേരെ സ്ഥലത്തെത്തിച്ചു എന്നുള്ള വിവരമാണ്. സുരേഷ്, ജിനുരാജൻ, പ്രമോദ്, സന്തോഷ് തുടങ്ങിയിട്ടുള്ള ആളുകളാണ് കസ്റ്റഡിയിലുള്ള. സോമൻ, ഇത് അനിൽകുമാറിന്റെ, അതായത് ഈ കലയുടെ ഭർത്താവ് അനിലിന്റെ അളിയനാണ് സോമൻ, സന്തോഷ്, പ്രമോദ്, ജിനുരാജൻ അങ്ങനെയുള്ള ആളുകളെ കസ്റ്റഡിയിലുണ്ട്. ഇതിൽ ജിനുരാജനെ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. പ്രധാനപ്പെട്ട മൊഴി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതായത് ഈ കസ്റ്റഡിയിലുള്ള ആളുകളുടെ മൊഴി ഇങ്ങനെയാണ്: തുണി കഴുത്തിൽ ചുറ്റിയാണ് കൊലപാതകം എന്നാണ് തങ്ങൾക്ക് അന്ന് മനസ്സിലായിട്ടുള്ളത് എന്നാണ് ഈ കസ്റ്റഡിയിലുള്ളവർ നിലവിൽ പോലീസിനോട് അറിയിച്ചിട്ടുള്ളത്. അനിൽകുമാറിന്റെ അച്ഛന്റെ സഹോദരന്റെ മക്കളാണ് ഈ കസ്റ്റഡിയിലുള്ള ആളുകൾ. അച്ഛന് കസ്റ്റഡിയിലുണ്ട്. ഈ മൃതദേഹം കാറിൽ കൊണ്ടുവന്നത് അന്ന് കണ്ടു. മറവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അന്ന് സഹായം നൽകിയത് എന്നാണ് കസ്റ്റഡിയിലുള്ള ആളുകൾ മനീഷ്, ഒരു കാര്യം ഇടപെട്ട് ചോദിച്ചോളട്ടെ. ഈ കസ്റ്റഡിയിലുള്ളവർ ഈ അനിൽകുമാറിന്റെ ബന്ധുക്കളാണ്, അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? അതെ, അനിൽകുമാറിന്റെ ബന്ധുക്കളാണ്. നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം, കസ്റ്റഡിയിലുള്ള ആളുകൾ, ഒന്ന് അനിൽകുമാറിന്റെ അളിയനായിട്ടുള്ള സോമൻ കസ്റ്റഡിയിലുണ്ട്. മറ്റൊന്ന് ഈ കസ്റ്റഡിയിലുള്ള പല ആളുകളും ബന്ധുക്കളാണ്. നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ഈ അനിൽകുമാറിന്റെ അച്ഛന്റെ സഹോദരന്റെ മക്കൾ ചിലരുണ്ട്. ഒപ്പം തന്നെ ഈ കസ്റ്റഡിയുള്ള ആളുകളൊക്കെ തന്നെ നേരത്തെയും പല ആളുകളും കസ്റ്റഡി എടുത്തിരുന്നു. ഈ അന്വേഷണത്തിന്റെ ചുമതല അമ്പലപ്പുഴ CA ആണ്. ഈ സംഭവം നടന്ന സ്റ്റേഷൻ പരിധി അല്ലാതെ മറ്റൊരു സ്റ്റേഷൻ പരിധിയിൽ ഉദ്യോഗസ്ഥന് തന്നെ അന്വേഷണം കൊടുത്തതിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാന്നാറിലെ സംഭവം നടക്കുമ്പോൾ അമ്പലപ്പുഴ CAക്ക് ജില്ലാ പോലീസ് മേധാവി ഇതിന്റെ അന്വേഷണത്തിന്റെ. മനീഷ്, ഈ ഊമക്കത്ത് ലഭിക്കുന്നത് എപ്പോഴാണ്? ഇപ്പോൾ എത്ര ദിവസമായി ഇപ്പോൾ ഈ ഊമക്കത്ത് ലഭിച്ചിട്ട്? ശ്രീലക്ഷ്മി, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന് ഈ ഊമക്കത്ത് ലഭിക്കുന്നത് 2 ആഴ്ചയ്ക്ക് മുൻപാണെന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. പോലീസ് അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണമോ അല്ലെങ്കിൽ അത്തരം വിവരങ്ങളൊന്നും അതിനുശേഷം പോലീസ് രഹസ്യമായി ഒരു അന്വേഷണം തുടരുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ മനീഷ്? അതെ, തീർച്ചയായും ശ്രീലക്ഷ്മി. അതായത് രഹസ്യമായി അമ്പലപ്പുഴ CAയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുകയായിരുന്നു. അമ്പലപ്പുഴ CAയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പോലീസിന് വ്യക്തം. ഏറെക്കുറെ പോലീസിന് കൊലപാതകമാണെന്ന് വ്യക്തമാണ്. പക്ഷേ ഈ മൃതദേഹം കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായക വിവരം. ഈ മൊഴി തന്നെ നേരത്തെ തന്നെ ആൾക്കാർ നൽകിയിട്ടുണ്ട്. ഇവർ കൊലപാതകത്തിൽ ഇവർക്ക് പങ്കില്ല, മൃതദേഹം മറവ് ചെയ്യാൻ ഇവർ സഹായം നൽകി എന്നാണ് നിലവിൽ കസ്റ്റഡിയിലുള്ള ആളുകൾ പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത്. ശ്രീലക്ഷ്മി, അപ്പോൾ ഈ കൊലപാതകം നടത്തിയത് ആരാണ് എന്നത് സംബന്ധിച്ച് പോലീസ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിവരം പങ്കുവയ്ക്കുന്നുണ്ടോ? കൊലപാതകം നടത്തിയത് അനിൽകുമാർ തന്നെയാണ് എന്നാണ്. അനിൽകുമാർ ഒറ്റയ്ക്കാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന ഒരു നിഗമനത്തിലാണോ മനീഷ് ഇപ്പോൾ പോലീസ് ഉള്ളത്? അത്തരം കാര്യങ്ങളൊന്നും ശ്രീലക്ഷ്മി പോലീസ് പുറത്തു വിടുന്നില്ല. നിലവിൽ ഈ കഴുത്തിൽ തുണി ചുറ്റിയ നിലയിലാണ് മൃതദേഹം അവിടെ കണ്ടത് എന്നുള്ള കാര്യം മൊഴി നൽകിയിട്ടുണ്ട്. അനിൽകുമാർ ഒറ്റയ്ക്കാണോ മാത്രമാണോ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. ഒപ്പം തന്നെ വർഷങ്ങൾക്ക് മുൻപ് കലയെ കാണാതായ അവസരത്തിൽ ഈ പോലീസിൽ നൽകിയ പരാതി അന്ന് കലയെ മാത്രമല്ല സ്വർണ്ണാഭരണങ്ങളും കൂടി കാണാനില്ല, കല ആരുടെ കൂടി പോയി എന്നുള്ള സംശയം കൂടി അനിൽകുമാർ പോലീസിനോട് പ്രകടിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ആ കേസ് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നില്ല. കേസ് അന്ന് ഈ കലയെ കാണാതായി കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് കേസ് ക്ലോസ് ചെയ്യുകയായിരുന്നു.
എന്നാണെങ്കിൽ ഇപ്പോൾ ലഭിച്ച വിവരം അനുസരിച്ച് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ ഇസ്രയേലിലാണ് അനിൽകുമാർ എന്നറിയാൻ കഴിയുന്നത്. ഇസ്രയേൽ ഉള്ള അനിൽകുമാറിനെ നാട്ടിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ കൂടി പോലീസ് നടത്തുന്നുണ്ട്. ഇത് സംബന്ധിച്ച് നിലവിൽ അവിടെ ശാസ്ത്രീയ പരിശോധനയ്ക്കായിട്ടുള്ള ടീം പ്രത്യേക പോലീസിന് സഹായം ഒരുക്കുന്നുണ്ട്. ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള ആളുകളെല്ലാം പറയുന്നത് ഒരേ തരത്തിലുള്ള മൊഴിയാണെന്ന് കൂടി പോലീസിന് മനസ്സിലാകുന്നുണ്ട്. അതായത് ഈ കസ്റ്റഡിയിലുള്ള ആളുകൾ എല്ലാവരും വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണെങ്കിലും മൊഴികളെല്ലാം ഒരുപോലെ ആയതുകൊണ്ട് തന്നെ അതിൽ പോലീസ് ചില കാര്യങ്ങൾ ഇതിൽ എടുക്കുന്നുണ്ട്. ഇനി ഈ ഇത്രയും വർഷമായതുകൊണ്ട് തന്നെ മൃതദേഹത്തിൽ ഏത് രൂപത്തിലായിരിക്കും, അതുപോലെ തന്നെ ഈ മൃതദേഹം മറവ് ചെയ്ത് ഇവിടെ തന്നെ ആണെന്നുള്ളടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇനി കൊല നടത്തിയത് ഈ മാന്നാറിലെ ഈ വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ മറ്റെവിടെ വെച്ചാണ്, മറ്റാരൊക്കെ കൂടെ ഉണ്ടായിരുന്നു, എന്താണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ച ഘടകങ്ങൾ, പിന്നീട് ആരൊക്കെ ഇതിനെ സഹായിച്ചു, അന്ന് ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ആർക്കെങ്കിലും ഈ കൊലപാതകത്തിൽ ഇത് മറച്ചു വെക്കാൻ പിന്നീട് അന്വേഷണത്തെ ഒക്കെ തന്നെ തരത്തിൽ മൂടി വെക്കാൻ എന്തെങ്കിലും സഹായം അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പോലീസ് സമാന്തരമായി അന്വേഷിക്കുന്നുണ്ട്. ഇനി വരുന്ന മണിക്കൂറുകളിലാണ് മൃതദേഹം ലഭിച്ചാലാണ് പോലീസിന് ഏറ്റവും നിർണായക തെളിവ് ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പോലീസിന് ലഭിച്ച ഊമക്കത്ത് അത് യാഥാർത്ഥ്യമാണ്, കൊലപാതകമെന്ന് പോലീസ് ഏകദേശം ഉറപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ സത്യമാണെന്ന് വരികയും ഒപ്പം തന്നെ പോലീസിനെ ഈ കേസ് പൂർണ്ണമായും കോടതിയിൽ സമർപ്പിക്കാനും സാധിക്കും. ശ്രീലക്ഷ്മി. മനീഷ്, ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുള്ളത് എത്ര പേരാണ്? രശ്മി, ഈ കസ്റ്റഡിയിലുള്ള ആളുകളെ സംബന്ധിച്ച് നിലവിൽ പേരുകൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഒന്ന് സുരേഷ്, ജിനുരാജൻ, പ്രമോദ്, സന്തോഷ്, സോമൻ അനിൽകുമാറിന്റെ അളിയനാണ്. പക്ഷേ ഈ കസ്റ്റഡിയിലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അവരിൽ നിന്ന് പ്രതികളാകണമെന്നില്ല. പോലീസ് ആരെ വേണമെങ്കിലും കസ്റ്റഡി എടുക്കാം. 4 പ്രതികൾ, 5 പേർ, 4 പേർ എന്ന വിവരമുണ്ട്. പക്ഷെ അതിനൊരു അവസാന സ്ഥിരീകരണമില്ല. നമുക്ക് ഏറ്റവും ഒടുവിൽ ആയി ലഭ്യമായിട്ടുള്ള വിവരം അനുസരിച്ച് 5 പേരല്ല 4 പേരാണ് കസ്റ്റഡിയുള്ളത്. പോലീസ് പലരെയും ഇതിനോടകം ഏകദേശം 10-12 പേരെ പോലീസ് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തിരുന്നു. അവസാന ഘട്ടത്തിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ നിലവിലുള്ളത് 4 പേരാണെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അവരുടെ പേരുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കൂടാതെ ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ള മൊഴി അനുസരിച്ച് അനിൽകുമാറിന്റെ കാറിലാണ് അന്ന് മൃതദേഹം ഉണ്ടായിരുന്നത് കണ്ടത്. അപ്പോഴാണ് ഈ കഴുത്തിൽ ഈ തുണി ചുറ്റിയ നിലയിൽ കൊണ്ടുവന്നു ആയിട്ട് കണ്ടത്. മറവ് ചെയ്യാനാണ് സാധിച്ചത്. കൂടുതൽ ബന്ധുക്കൾക്ക് വിവരം അറിയാമായിരുന്നെന്ന് പോലീസ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലീസും കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഈ കൊലപാതകത്തെ സംബന്ധിച്ച് അനിൽകുമാറിന്റെ ബന്ധുക്കൾക്കൊക്കെ തന്നെ അന്ന് അറിവുണ്ടായിരുന്നു. കൊല്ലപ്പെട്ട് 2 മാസത്തിന് ശേഷം അനിൽകുമാർ പിന്നീട് പുനർവിവാഹം ചെയ്തു. കലയും അനിൽകുമാറും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ഒപ്പം തന്നെ അനിൽകുമാറിന്റേത് 2ാം വിവാഹമായിരുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് കൊലപാതകം നടത്തിയത്? ഈ 2 മാസങ്ങൾക്ക് ശേഷം, ഈ കലയെ കാണാതായി 2 മാസങ്ങൾക്ക് ശേഷം അനിൽകുമാർ പുനർവിവാഹം നടത്തുമ്പോൾ അന്ന് ബന്ധുക്കളോട് പറഞ്ഞ ന്യായീകരണം കലയെ കാണാതായതിൽ മറ്റ് അസ്വാഭാവികതയൊന്നുമില്ല, കല മറ്റൊരാളുടെ കൂടെ പോയതാണ്, അതിന്റെ തെളിവാണ് ഈ രീതിയിലുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ തന്നെ കാണാതെ വന്നത്. അതുകൊണ്ട് തന്നെ വലിയ സംശയങ്ങൾ പോലീസിനോട് പ്രകടിപ്പിച്ചില്ല. ഈ സംഭവത്തിൽ കൊലപാതകം അല്ല എന്ന് തെളിയിക്കാനുള്ള ബുദ്ധിപരമായിട്ടുള്ള അനിൽകുമാറിന്റെ നീക്കമായിരുന്നു. അങ്ങനെ മറ്റൊരാൾക്കൊപ്പം പോയതാണെന്നുള്ള കാര്യങ്ങൾ അടുത്ത ബന്ധുക്കൾ അല്ലാത്തവരോട് പറഞ്ഞത്. പക്ഷേ അടുത്ത ബന്ധുക്കളായിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ അറിയാമായിരുന്നു. അന്ന് ഒരു അബദ്ധം സംഭവിച്ചതാണെന്ന് മാത്രം അനിൽകുമാർ പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ബന്ധുക്കൾ കൂടുതൽ ഇതിന്റെ ചുരുളഴിയുന്ന ഇതിന്റെ കാര്യങ്ങളിലേക്ക് കടന്നിരുന്നില്ല. അനിൽകുമാറിനെ അന്ന് ഈ മൃതദേഹം മറവ് ചെയ്യുന്ന വിഷയങ്ങളിൽ മാത്രമാണ് ബന്ധുക്കൾ സഹായിച്ചിട്ടുള്ളത്. അവരെയാണ് ഇതിൽ കസ്റ്റഡി എടുത്തിട്ടുള്ളത്. ഈ കലയെ കാണാതായ ശേഷവും കലയുടെ ബന്ധുക്കൾ വീണ്ടും പരാതി നൽകിയിരുന്നു. അതായത് കല മറ്റൊരാളുടെ കൂടെ പോയി എന്ന് അനിൽകുമാർ പോലീസിനോടും മറ്റു ബന്ധുക്കളോടും പറഞ്ഞുവെങ്കിലും പിന്നീട് കലയുടെ ബന്ധുക്കൾ അന്ന് തന്നെ വീണ്ടും പോലീസിന് പരാതി നൽകി. പക്ഷേ പോലീസിന് ഇത് സംബന്ധിച്ച് യാതൊരു സൂചനയും അന്ന് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഊമക്കത്തിൽ പരാമർശിക്കുന്ന കാര്യം അന്നത്തെ അന്വേഷണ സംഘത്തിലെ ചില ആളുകൾക്ക് കൂടി ഇത് കൊലപാതകമാണെന്ന് അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് അന്ന് അവരെ സ്വാധീനിച്ചിരിക്കാം, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഒരു പുനരന്വേഷണം ഉണ്ടായില്ല. മനീഷ്, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ AV ജയശങ്കർ, നമ്മളുടെ പ്രതിനിധി ജയശങ്കർ ഇപ്പോൾ ഈ കുഴിയെടുത്ത് പരിശോധന നടത്തുന്ന ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജയശങ്കർ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവിടെ ഈ കുഴിയെടുത്തുള്ള പരിശോധന അത് ഏത് ഘട്ടത്തിലാണ്? നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതനുസരിച്ച് വളരെ ആഴത്തിലുള്ള ഒരു കുഴിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു പരിശോധന പൂർത്തിയാകാൻ ഏകദേശം എത്ര സമയം വേണ്ടിവരുമെന്ന ഒരു പ്രതീക്ഷയിലാണ് പോലീസ് ഇപ്പോൾ? നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, നാട്ടുകാരൊക്കെ അവിടെ കൂടിയിട്ടുണ്ട്. ഒരു 15 വർഷം പഴക്കമുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ നാട്ടുകാർക്കൊക്കെ എത്രത്തോളം ഈ പെൺകുട്ടിയെ അറിയാം എന്നത് സംബന്ധിച്ചും ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ഈ നാട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ടോ? ഈ പെൺകുട്ടിയെ അറിയാമായിരുന്നു, അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരു പരിശോധന അത് ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ജയശങ്കർ?
അതായത് ഇവിടെ JCB ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള ഈ സെപ്റ്റിക് ടാങ്ക് പൊളിച്ച് പരിശോധിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാനുള്ള സംവിധാനം ഉൾപ്പെടെ ഇവിടെ പോലീസ് എത്തിച്ചിട്ടുണ്ട്. ഈ സെപ്റ്റിക് ടാങ്ക് അല്പസമയത്തിനും തന്നെ പൊളിക്കാനാകുമെന്നൊരു പ്രതീക്ഷയാണ്. നിലവിൽ ഈ വീടിനോട് ചേർന്നാണ് ഈ ഒരു സെപ്റ്റിക് ടാങ്ക് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഇതിന് മുകളിലെ മണ്ണെല്ലാം മാറ്റിയതിനു ശേഷമായിരിക്കും ഈ ടാങ്ക് പൊളിച്ച് ഉള്ളിലേക്കുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കുക. ഇത് വളരെ ആഴത്തിൽ കൂടിയുള്ളൊരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ആഴത്തിലാണ് ഈ ഒരു ടാങ്ക് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ JCB ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണ് നീക്കിയതിന് ശേഷമായിരിക്കും ഈ ടാങ്കിനുള്ളിലേക്കുള്ള പോലീസിൻ്റെ ഒരു പരിശോധന. എന്തായാലും ഈ പരിശോധനയിൽ ഈ കലയുടെ അസ്ഥികൂടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിൻ്റെ പ്രതീക്ഷ. ഈ മൊഴികൾ പറയുന്നത് കൃത്യമാണെങ്കിൽ അസ്ഥികൂടം ലഭിക്കും. എന്തായാലും ഈ പോലീസ് പരിശോധനകൾ ഇവിടെ തുടരുകയാണ്. ഈ നാട്ടുകാരുൾപ്പെടെ നിരവധി ആളുകൾ ഈ പ്രദേശത്ത് കൂടിക്കിടക്കുന്നൊരു സാഹചര്യമുണ്ട്. ഈ നാട്ടുകാർക്കും മറ്റും ഇത് വളരെ പഴയൊരു കേസാണ്. പലരും ഇതിന് ശേഷം പ്രദേശത്ത് വന്ന ആളുകളാണ്. അത്തരത്തിൽ ചെങ്ങന്നൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നാട്ടുകാരെ ഉൾപ്പെടെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഈ പ്രദേശത്ത് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത്. ഈ വിവരം അറിഞ്ഞ് നിരവധി നാട്ടുകാരുൾപ്പെടെ നിരവധി ആളുകൾ ഈ പ്രദേശത്ത് കൂടുന്നുണ്ട്. അവരൊന്നും ഇത്തരത്തിലൊരു കാര്യം പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. ഈ സെപ്റ്റിക് ടാങ്കുള്ള വീട് ഈ അടുത്ത് പണിതൊരു പുതിയ വീടാണ്. പണ്ട് ഈ അനിൽകുമാർ ഇവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അത്തരത്തിൽ പോലീസിൻ്റെ വിശദമായ ഒരു അന്വേഷണം ഇവിടെ നാട്ടുകാരെ ഉൾപ്പെടെ നിയന്ത്രിച്ചുകൊണ്ട് പോലീസ് JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ച് നടത്തുന്നു. പോലീസിൻ്റെ ഫോറൻസിക് സംഘം ഇവിടെ സജ്ജരാണ്. ഈ ടാങ്ക് തുറന്നു കഴിഞ്ഞാൽ മറ്റു പരിശോധനകൾ പിന്നെ ഫോറൻസിക് ടീമായിരിക്കും നടത്തുക. അത്തരത്തിൽ പോലീസിൻ്റെ പരിശോധനകൾ ഇവിടെ പുരോഗമിക്കുകയാണ്. ഈ നാട്ടുകാർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിവുണ്ടോ എന്ന കാര്യം അവരോട് തന്നെ നമ്മൾ ചേട്ടാ, ഈ കലയെ അങ്ങനെ ആരെങ്കിലും ഈ സംഭവമൊക്കെ നടന്ന് അറിയാവോ? ഒന്നും അറിയത്തില്ല. കുറച്ച് വർഷങ്ങളായതുകൊണ്ട് ഒന്നും അറിയാൻ പറ്റത്തില്ല. പിന്നെ അത് ടാങ്ക് പൊട്ടിച്ചെന്ന ഏരിയയിൽ എന്തുവാന്നുള്ള സംഭവം അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒന്നും നാട്ടുകാർക്ക് പോലും ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് അറിയത്തില്ല. ഈ നാട്ടുകാരും മറ്റും ഇത്തരത്തിലുള്ള സംഭവം അറിയില്ല. ഇങ്ങനെ ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ പോലീസ് വരുമ്പോഴാണ് ഇവർ അറിയുന്നത്. എന്തായാലും പ്രദേശത്ത് പോലീസിൻ്റെ നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ സെപ്റ്റിക് ടാങ്ക് പൊളിക്കുക എന്നതാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ഈ JCB ഉൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ട് ഇതിൻ്റെ മുകളിലെ മണ്ണ് നിലവിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ആഴത്തിലുള്ളൊരു ടാങ്കാണ്. അതുകൊണ്ട് തന്നെ മുകളിലെ മണ്ണെല്ലാം മാറ്റിയതിന് ശേഷം മാത്രമായിരിക്കും ഈ ടാങ്ക് പൊളിച്ചുകൊണ്ടുള്ളൊരു നടപടിയിലേക്ക് നീങ്ങാനാവുക. അതിനുവേണ്ട എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടിയാണ്. പഴയൊരു ടാങ്കാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ആണ് പോലീസ് ഈ ഒരു നടപടികൾ നടത്തുന്നത്. പോലീസിൻ്റെ ഫോറൻസിക് ടീം ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഈ ടാങ്ക് പൊളിക്കുന്ന സ്ഥലത്തേക്ക് മാധ്യമങ്ങൾക്കും മറ്റും പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാര്യങ്ങൾ വ്യക്തമാക്കട്ടെ, അതിനുശേഷം പ്രതികരിക്കാമെന്നൊരു ഉറപ്പ് പോലീസ് നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒപ്പം കസ്റ്റഡിയുള്ള ആളുകളെ പോലീസ് കുറച്ചധികം വിശദമായി ചോദ്യം ചെയ്തു വരികയും ചെയ്യുന്നുണ്ട്. ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് പോലീസിൻ്റെ ലക്ഷ്യം. ഒരു ടീം ഈ അസ്ഥികൂടം ഉള്ള അല്ലെങ്കിൽ ഈ മൃതശരീരം കൊണ്ടിട്ടു എന്ന് പറയുന്ന സെപ്റ്റിക് ടാങ്കിൻ്റെ അടുത്താണെങ്കിൽ മറ്റൊരു പോലീസ് ടീം സമാന്തരമായി ഈ കേസുമായി ബന്ധപ്പെട്ട ഉള്ള അന്വേഷണം നടത്തുന്നുണ്ട്. എല്ലാം ജില്ലാ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. എല്ലാ വിവരങ്ങളും ജില്ലാ പോലീസ് മേധാവി നേരിട്ട് പരിശോധിക്കുകയും അവലോകനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായ കാര്യം ഈ സെപ്റ്റിക് ടാങ്കിനുള്ളിൽ നിന്ന് ഇത്തരത്തിൽ ഈ മൊഴികളിൽ പറയുന്നത് പോലെ അസ്ഥികൂടമുണ്ടോ, അത് കണ്ടെത്താനാകുമോ എന്നുള്ളതാണ്. അതായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട ഇനി നിർണായകമാകുക. ജയശങ്കർ, അതുപോലെ തന്നെ ഈ ഒരു കുഴി കുഴിച്ചുള്ള ഈ ഒരു പരിശോധനയിൽ അതിൽ കലയുടേതെന്ന് കരുതുന്ന അസ്ഥികൾ കണ്ടെടുക്കാൻ കഴിഞ്ഞാൽ തന്നെ അത് വിശദമായ പരിശോധനകൾ ആവശ്യമാണ്. അത് കലയുടേതെന്ന് ഉറപ്പിക്കാൻ അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ ആവശ്യമാണ്. ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ പോലീസ് ഇപ്പോൾ എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ്, പ്രതീക്ഷയിലാണ്? എത്രത്തോളം സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കുഴി പരിശോധന അത് പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കും എന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരങ്ങൾ അത് പോലീസിൽ നിന്ന് ഇപ്പോൾ ലഭ്യമാകുന്നുണ്ടോ ജയശങ്കർ? അതായത് ഈ സെപ്റ്റിക് ടാങ്ക് പൂർണ്ണമായും ഇതിൻ്റെ മുകളിലെ മണ്ണ് മാറ്റി ഇതിനുള്ളിൽ ചെല്ലണം, ഇതിനുള്ളിൽ പരിശോധന നടത്തണം. നിലവിൽ ഈ കസ്റ്റഡിയിലുള്ള ആളുകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത്. മറ്റൊരു തെളിവുകളും പോലീസിൻ്റെ കയ്യിലില്ല. ഇവർ പറയുന്ന മൊഴികൾ ശരിയാണെങ്കിൽ ഈ സെപ്റ്റിക് ടാങ്കിനുള്ളിൽ ഇത്തരത്തിൽ അസ്ഥികളുണ്ടെങ്കിൽ പോലീസ് അത് ശേഖരിക്കും. അതിനുശേഷം ഫോറൻസിക് സംഘം അത് പരിശോധനയ്ക്കും. ഈ പരിശോധനയിൽ ഇത് ഈ തിരോധാനം പരാതിയിൽ പറയുന്ന അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട കലയുടേതാണെന്ന് തെളിയിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ നടപടികൾ
പരിശോധനകളെല്ലാം പൂർത്തിയായി. അത്തരം സാങ്കേതിക പരിശോധനകൾ ബാക്കിയുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഇതിനുള്ളിൽ നിന്ന് അസ്ഥി ലഭിച്ചാൽ പോലീസിനെ സംബന്ധിച്ച പ്രാഥമികമായ കാര്യങ്ങളിലേക്ക്, കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം. അതിനുശേഷം തിരോധാനം എന്നത്, കലാതിരോധാനം എന്നത് കൊലപാതകമാകും. പോലീസ് വകുപ്പുകൾ മാറ്റിയായിരിക്കും ബാക്കി തുടർ നടപടികൾ സ്വീകരിക്കുക. എന്തായാലും ഈ കുഴി, ഈ സെപ്റ്റിക് ടാങ്ക് പൊളിച്ചുള്ള പരിശോധനയിലേക്ക് പോലീസ് കടക്കുകയാണ്. കുറച്ച് ആഴത്തിലുള്ള ടാങ്കാണ്. അതുകൊണ്ട് തന്നെ കുറച്ചധികം മണ്ണ് മാറ്റിയും മറ്റുമായിരിക്കും പരിശോധന നടക്കുക. ഈ സെപ്റ്റിക് ടാങ്ക് നാട്ടുകാരെ ഉൾപ്പെടെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഇവിടെയായിരുന്നു ഈ അനിൽകുമാർ പണ്ട് താമസിച്ചിരുന്നൊരു വീട്. പക്ഷേ വീട് പുതുക്കിയെങ്കിൽ പോലും ഈ സെപ്റ്റിക് ടാങ്കും മറ്റും പഴയത് തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ആ പ്രദേശത്ത് ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ അളവും മറ്റും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ JCB ഉപയോഗിച്ചുകൊണ്ട് തന്നെ മണ്ണെല്ലാം മാറ്റി, ഏറെക്കുറെ മണ്ണ് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ മോൾഭാഗം പൊളിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ മോൾഭാഗം മാറ്റിക്കൊണ്ട് വേണം ഇതിനുള്ളിലേക്ക് ഇറങ്ങാൻ. ഇതിനുള്ളിൽ ഏതെങ്കിലും ഇതിനുള്ള അവസ്ഥ എന്താണെന്ന് ഇത് പൊളിച്ചാൽ മാത്രമേ എന്തായാലും വ്യക്തമാകൂ. എന്തായാലും അതിനുള്ള നടപടികൾ പോലീസ് തുടരുകയാണ്. ഇത് അല്പസമയത്തിനകം തന്നെ പൊളിക്കാനാകുമെന്നാണ് പോലീസിൻ്റെ ഒരു പ്രതീക്ഷ. വളരെ പഴയ, വർഷങ്ങൾ പഴക്കമുള്ള ഒരു ടാങ്കാണ്. അതുകൊണ്ട് തന്നെ ഇത് പൊളിക്കുക എന്നത് ഏറെ സാഹസമായൊരു കാര്യമാണ്. എന്തായാലും അതിനുള്ള നടപടിക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മേഖലയിൽ വൈദഗ്ധ്യമുള്ള നാട്ടിലുള്ള ആളുകളെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടാണ് പോലീസ് ചെയ്യുന്നത്. ഇത് പൊളിച്ചു കഴിഞ്ഞാൽ ഇതിന് ഇറങ്ങാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി പോലീസിന് മുന്നിലുള്ള നിർണായകമായ കാര്യം, ഈ സെപ്റ്റിക് ടാങ്ക് പൊളിച്ച ഈ കസ്റ്റഡിയിലുള്ള ആളുകൾ പറയുന്ന മൊഴി അനുസരിച്ച് ഇതിനുള്ളിൽ ഈ കല എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അസ്ഥിക്കൂടം, ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക എന്നാണ്. അതിനുള്ള നടപടിക്രമങ്ങളാണ് പോലീസ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ടാങ്ക് അല്പസമയത്തിനകം തന്നെ തുറക്കാനാകുമെന്ന് തന്നെയാണ് പോലീസിൻ്റെ ഒരു പ്രതീക്ഷ. ഇതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ പോലീസിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. നാട്ടുകാർ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. ഈ പരിശോധന നടത്തുന്ന ഇടത്തേക്ക് ആളുകളെ പോലീസ് പ്രവേശിപ്പിക്കുന്നില്ല. ഇവിടെ പൂർണ്ണമായും നിയന്ത്രിച്ചുകൊണ്ടാണ് പോലീസ് ഈ കാര്യങ്ങൾ നിൽക്കുന്നത്. എന്തായാലും ഇത് ഈ വലിയൊരു ജനവാസ മേഖലയാണ്, അടുത്തടുത്ത് വീടുകളുള്ള സ്ഥലമാണ്. ഈ ആളുകളൊന്നും ഈ ഒരു സംഭവത്തെക്കുറിച്ച് 15 വർഷം പഴക്കമുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇതിനെക്കുറിച്ച് ഈ പോലീസ് എത്തി പരിശോധന ആരംഭിച്ചൊരു ഘട്ടത്തിൽ മാത്രമാണ് അറിയുന്നത്. ഈ നാട്ടുകാർക്കും മറ്റും ഈ കാര്യങ്ങളെക്കുറിച്ച് വലിയ അറിവുണ്ടായിരുന്നില്ല. എന്തായാലും പോലീസിൻ്റെ പരിശോധന ഈ വീടിനടുത്ത് പുരോഗമിക്കുകയാണ്. ഈ സെപ്റ്റിക് ടാങ്ക് പൊളിക്കാനാകുമോ എന്നുള്ള പരിശോധനയിലായി. വീട് പുതുക്കിപ്പണിതെങ്കിൽ പോലും ഈ സെപ്റ്റിക് ടാങ്ക് ഇവിടെ നിലനിർത്തുന്നൊരു സാഹചര്യമായിരുന്നു. ഈ ഇത്തരത്തിൽ ഡെഡ് ബോഡി കൊണ്ടിട്ടത് കൊണ്ടാണോ ഈ ടാങ്ക് ഇവിടെ മാറ്റാതെ വീട് മാത്രം പുതുക്കിയതെന്ന ഒരു സംശയവും നിലനിൽക്കുന്നു. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടിക്രമങ്ങളിലാണ്. ഇനി അസ്ഥിക്കൂടം കണ്ടെത്തുക എന്നതാണ് പോലീസിന് മുന്നിലെ കടമ്പ. അതിനായുള്ള പരിശോധനകളാണ് പോലീസ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജയശങ്കർ, ഈ അനിൽകുമാറിന്റെ പുതുതായി നിർമ്മിച്ച വീടിന് സമീപമുള്ള ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിൽ അതിലാണ് ഈ മൃതദേഹം കുഴിച്ചു മൂടിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ? അതോടൊപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അല്പം ശ്രമകരമായ പ്രവൃത്തികളാണ് അവിടെ നടക്കുന്നത്. നമുക്ക് അത് വ്യക്തമാണ്. ഇപ്പോൾ JCB ഉപയോഗിച്ച സെപ്റ്റിക് ടാങ്കിന്റെ മൂടി മാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിനുശേഷം കൂടുതൽ ആഴത്തിൽ പരിശോധിച്ച് ശേഷമാകും ഇതിൽ അസ്ഥികൾ ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അത്തരത്തിലുള്ള കണ്ടെത്തലുകളൊക്കെ നടത്തേണ്ടത്. അതിനുശേഷം ഈ അസ്ഥികൾ പുറത്തെടുത്ത ശേഷം മറ്റു കൂടുതൽ പരിശോധനകൾക്കൊക്കെ ശേഷം മാത്രമേ ഇത് കലയുടേത് തന്നെയാണോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്താനാകൂ. ജയശങ്കർ, അതുപോലെ തന്നെ ഈ നിർണായകമായ ഒരു മൊഴി ലഭിച്ചത് തുണി കഴുത്തിൽ ചുറ്റിയാണ് ഈ കൊലപാതകമെന്നാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവർ മൊഴി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ഈ കൃത്യത്തിൽ പങ്കെടുത്തവർ അല്ലെങ്കിൽ ഈ സഹായിച്ചത് അനിൽകുമാറിന്റെ അച്ഛന്റെ സഹോദരന്റെ മക്കളാണ്. അവരാണിപ്പോൾ കസ്റ്റഡിയിലുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം മൃതദേഹം കാറിൽ കൊണ്ടുവരുന്നത് കണ്ടു. ഇത് മറവ് ചെയ്യാൻ മാത്രമാണ് തങ്ങളുടെ സഹായം ഉണ്ടായിരുന്നത് എന്നാണ് കസ്റ്റഡിയിലുള്ളവർ പറഞ്ഞിരിക്കുന്നത്. ഈ മൊഴികളൊക്കെ പോലീസ് ഇപ്പോൾ എത്രത്തോളം വിശ്വാസത്തിലെടുക്കുന്നുണ്ട്? ഈ ഒരു മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? അതായത് ഈ കസ്റ്റഡിയിലുള്ള ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ ഈ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കാരണം പോലീസിന് മുന്നിൽ ഈ വിവരങ്ങൾ മാത്രമാണ് ഉണ്ടായത്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് തുടർ നടപടികളുമായി എത്തുകയും ഈ വീട്ടിൽ ഒരു പരിശോധന നടത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. നിലവിൽ ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ മുകൾ ഭാഗത്തെ ഇത് നീക്കം ചെയ്തിട്ടുണ്ട്. ഈ നിലവിൽ ഈ സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ളൊരു പരിശോധനയിലേക്ക് പോലീസ് കടക്കുന്നൊരു സാഹചര്യമാണുള്ളത്. ഇതിനുള്ളിൽ കുറച്ച് പഴക്കമുള്ള ടാങ്കാണ്. ഇതിനുള്ളിൽ ഈ
അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പോലീസ് ഈ ടാങ്കിനുള്ളിൽ ഇതിനുള്ള മാലിന്യങ്ങൾ മറ്റും നീക്കിയതിന് ശേഷമുള്ള ഒരു പരിശോധനയിലേക്കായിരിക്കും കടക്കുക. എന്തായാലും ഈ സെപ്റ്റിക് ടാങ്ക് തുറന്നു എന്നതാണ് ഈ സമയം ഏറെ നിർണായകമായി പറയാനുള്ള ഒരു കാര്യം. ഇനി പോലീസിനെ സംബന്ധിച്ച് ഇതിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പിക്കുക എന്നതാണ്. ഈ നാട്ടുകാരും മറ്റും ഇത് കാണാൻ ഇവിടെ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. അവരെയും മറ്റും പോലീസ് വളരെ പാടുപെട്ട് നിയന്ത്രിച്ചുകൊണ്ടാണ് ഈ ഒരു പരിശോധന നടത്തുന്നത്. എന്തായാലും ടാങ്കിൻ്റെ മുകൾ ഭാഗം നിലവിൽ മണ്ണ് മാറ്റി ടാങ്കിൻ്റെ മുകൾ ഭാഗത്തെ അടപ്പ് തുറന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും പോലീസിൻ്റെ പരിശോധനകൾ ഇവിടെ പുരോഗമിക്കുകയാണ്. നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ള ആളുകൾ നൽകുന്ന മൊഴി അനുസരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത്. ഇനി ഈ സെപ്റ്റിക് ടാങ്കിനുള്ളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുണ്ട്. ഇത് കുറച്ച് പഴയ ടാങ്കാണെങ്കിൽ പോലും ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്ത ശേഷമായിരിക്കും പോലീസ് ഇത്തരത്തിലൊരു പരിശോധനയിലേക്ക് കടക്കുക. ഇപ്പോൾ നിലവിൽ ഈ ടാങ്കിൻ്റെ മുകൾ ഭാഗം പൊളിച്ചുകൊണ്ട് ഉള്ള പരിശോധന നടത്തുന്നുണ്ട്. ദൃശ്യങ്ങളിലെല്ലാം കാണാം. ഈ പരിശോധന പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ പരിശോധനയിൽ ഈ പറയുന്ന പോലെ മൊഴിയിൽ പറയുന്ന പോലെ എന്തെങ്കിലും ലഭിക്കുമോ എന്ന കാര്യത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് നാട്ടുകാർ ഉൾപ്പെടെ നിരവധി ആളുകൾ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ പ്രദേശത്തേക്ക് എത്തുന്ന ആളുകളെ ഉൾപ്പെടെ പോലീസ് നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇനി അസ്ഥികൂടം ലഭിക്കുക അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ ലഭിക്കുക എന്നതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു കാര്യം. അത്തരത്തിലാണ് പോലീസിൻ്റെ കാര്യങ്ങൾ നീക്കുന്നത്. ഇനി മൊഴികൾ ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള ആളുകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇവരുടെ മൊഴി സത്യമാണെങ്കിൽ ഈ പരിശോധനയിൽ ഈ പറയുന്നത് പോലെ കലയുടെ അസ്ഥികൂടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഈ സെപ്റ്റിക് ടാങ്ക് തുറന്നുകൊണ്ടുള്ള പരിശോധന പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ പരിശോധന പുരോഗമിക്കുകയാണ്. ഈ ടാങ്ക് പരിശോധനയോടുകൂടി ഈ തിരോധാന കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ ലഭിക്കും. ഇതൊരു കൊലപാതകമാകാം എന്നൊരു കണക്കുകൂട്ടലാണ് പോലീസ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഇവിടെ ഈ വിട്ടുവളപ്പിൽ പുരോഗമിക്കുകയാണ്. ശ്രീലക്ഷ്മി. ജയശങ്കർ, ഈ അനിൽകുമാറിന്റെ കുടുംബവും അവിടെ തന്നെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. ആ കുടുംബവും അവിടെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അവരുടെ കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് പുറത്തുവിടാൻ കഴിയില്ല. എങ്കിൽ കൂടിയും ഈ നേരത്തെ കസ്റ്റഡിയിലുള്ള ഈ ആൾക്കാരുടെ ഒരു മൊഴി അനുസരിച്ചൊക്കെ ഈ അനിൽകുമാറിന്റെ കുടുംബത്തിനും ഈ ഒരു കലയുടെ തിരോധാനം അടക്കം അല്ലെങ്കിൽ കൊലപാതകം അടക്കം ചില വിവരങ്ങളൊക്കെ അറിയാമായിരുന്നു എന്നത് സംബന്ധിച്ചാണ് ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതൊക്കെ പോലീസ് എത്രത്തോളം മുഖവിലേക്ക് എടുക്കുന്നുണ്ട്? അത്തരത്തിൽ ഈ കലയെ കാണാനില്ല എന്നത് സംബന്ധിച്ച് അനിൽകുമാർ തന്നെ പരാതി നൽകിയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ അനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടോ? ജയശങ്കർ ഇപ്പോൾ ആ നാട്ടിൽ എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെയുള്ള ആൾക്കാരിൽ നിന്നും അനിൽകുമാറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ? ഇയാൾ ഇപ്പോൾ ഇസ്രായേലിലാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇടയ്ക്കിടെ നാട്ടിൽ വന്ന് പോകാറുള്ള ആളാണോ? അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ജയശങ്കർ? ഈ അനിൽകുമാറിൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ മക്കളാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. ഇതിൽ ഇവർ നൽകിയിരിക്കുന്ന ഒരു മൊഴി മൃതദേഹം കാറിൽ കൊണ്ടുവന്ന് ഇവിടെ ഇടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടു, ഈ മറവ് ചെയ്യാൻ സഹായിച്ചു ഉൾപ്പെടെയുള്ളതാണ് ഇവർ നൽകിയിരിക്കുന്ന മൊഴി. ഈ മൊഴി തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകം. കാരണം ഇത്തരത്തിലൊരു സംഭവം നടന്നു, ഇത്തരത്തിലൊരു കൃത്യം ഈ കലയുടേത് കേവലം ഒരു തിരോധാനമല്ല എന്ന പോലീസിന് മുന്നിൽ നിർണായകമാകുന്ന ചില മൊഴികളാണ് ഈ ബന്ധുക്കളുടെ പക്കൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ഈ മൊഴികൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിൻ്റെ നിലവിലെ ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ അനിൽകുമാർ നിലവിൽ പ്രദേശത്തില്ല. ഈ അനിൽകുമാർ വിദേശത്താണുള്ളത്. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ഒരു ശ്രമവും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇത്തരത്തിൽ കലയുടേത് കേവലം ഒരു തിരോധാനമല്ല, അതൊരു കൊലപാതകമാണെന്ന് സ്വാധൂകരിക്കുന്ന മൊഴി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിൻ്റെ ഒരു അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മൊഴികൾ പറയുന്നതനുസരിച്ചാണ് കാര്യങ്ങളെങ്കിൽ ഈ ടാങ്ക് തുറക്കുമ്പോൾ കൃത്യമായി ടാങ്കിനുള്ളിൽ നിന്ന് ഈ കലയുടേതെന്ന് പറയുന്ന അസ്ഥികൂടങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ടാങ്കിൻ്റെ മുകൾ ഭാഗം തുറന്നുകൊണ്ടുള്ള പോലീസ് പരിശോധന നിലവിൽ പുരോഗമിക്കുകയാണ്. നാട്ടുകാരുൾപ്പെടെ നിരവധി ആളുകൾ ഈ പ്രദേശത്ത് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകം എന്ന് പറയുന്നത് ഈ ടാങ്കിനുള്ളിൽ നിന്ന് അസ്ഥികൂടം ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. ജയശങ്കർ, ഇനി ഈ കേസിൽ നിർണായകം ഈ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുക, അനിൽകുമാറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക, അതനുസരിച്ചായിരിക്കും ഇനി ഈ അന്വേഷണം മുന്നോട്ട് പോവുക. അത്തരത്തിൽ ഈ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനും ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുമുള്ള പോലീസിന്റെ ശ്രമങ്ങൾ അത് ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? അത്തരം മൊഴികൾ, അനിൽകുമാറിൽ നിന്ന് ലഭിക്കുന്ന മൊഴികൾ ഈ കേസിൽ എത്രത്തോളം നിർണായകമാകും ജയശങ്കർ?
അതായത് ശ്രീലക്ഷ്മി, ഈ കേസുമായി ബന്ധപ്പെട്ട് അനിൽകുമാറിനെ കസ്റ്റഡിയിലെടുക്കുക ഏറെ നിർണായകമാണ്. ആ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അനിൽകുമാർ കസ്റ്റഡിയിൽ എന്ന തരത്തിൽ ചില വാർത്തകൾ വന്നിരുന്നു. പക്ഷേ പിന്നീട് പോലീസ് അത് നിഷേധിച്ചു. അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ഒരു ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം വിദേശത്താണ്. അതുകൊണ്ട് തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഉൾപ്പെടെ സഹായം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തേടേണ്ടി വരും. അത്തരം നടപടികൾ പൂർത്തീകരിച്ച് ഇയാളെ നാട്ടിലെത്തിക്കാൻ ശ്രമം പോലീസ്. ജയശങ്കർ, ഞാൻ തിരികെ എത്താം. 15 വർഷം മുൻപ് ആലപ്പുഴ മാന്നാറിൽ നിന്ന് കാണാതായ പെൺകുട്ടിയെ കൊന്നു കുഴിച്ചുമൂടിയതായാണ് ഇപ്പോൾ സംശയം. സംഭവത്തിൽ ഭർത്താവ് അനിൽകുമാറിന്റെ ബന്ധുക്കളടക്കം 5 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ പെൺകുട്ടിയെ തുണി ഉപയോഗിച്ച് കഴുത്ത് മുറുക്കി കൊലപ്പെടുത്തി എന്നതാണ് ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ളവർ നൽകിയിരിക്കുന്ന മൊഴി. ഈ ഒരു മൊഴി മുഖവിലക്കെടുത്തുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈ പെൺകുട്ടിയെ കുഴിച്ചുമൂടിയതെന്ന് സംശയിക്കുന്ന സെപ്റ്റിക് ടാങ്ക് തുറന്ന് പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. 20 വയസ്സുണ്ടായിരുന്ന കല എന്ന യുവതിയെയാണ് 15 വർഷങ്ങൾക്ക് മുൻപ് കാണാതായത്. 2 ആഴ്ച മുൻപ് ലഭിച്ച ഊമക്കത്തിലൂടെയാണ് പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത്. ആ ഒരു ഊമക്കത്തിൽ അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ വരെ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഈ അനിൽകുമാറിന്റെ പ്രതിയെന്ന് സംശയിക്കുന്ന ഈ കല എന്ന പെൺകുട്ടിയുടെ ഭർത്താവായിരുന്ന അനിൽകുമാറിന്റെ വീടിന് സമീപമുള്ള ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധന നടത്തുകയാണ് പോലീസ് സംഘം ഇപ്പോൾ. കൂടുതൽ പരിശോധനകൾക്ക് ശേഷം ഇവിടെ നിന്നും അസ്ഥികളടക്കം ലഭിക്കുന്ന സാഹചര്യത്തിൽ അത് കൂടി പരിശോധിച്ച് ശേഷമായിരിക്കും ഈ കലയുടേതാണ് എന്ന തരത്തിലുള്ള ഒരു സ്ഥിരീകരണം വരിക. അതിനുശേഷമായിരിക്കും ഈ കേസിൽ കൂടുതൽ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഈ കേസ് കടക്കുക. ജയശങ്കർ തുടരുന്നുണ്ട്. ജയശങ്കർ, മറ്റൊരു കാര്യം, ഈ കല എന്ന പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അതാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ അത്തരം വിവരങ്ങൾ പോലീസ് എന്തെങ്കിലും പുറത്തുവിടുന്നുണ്ടോ? ഈ പെൺകുട്ടിയുടെ ഒരു കുടുംബം സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ കാണാതായതിനു ശേഷം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ, അത്തരത്തിലുള്ള എന്തെങ്കിലും നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ടോ? അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് ഇപ്പോൾ പുറത്ത് പറയുന്നുണ്ടോ, വ്യക്തമാക്കുന്നുണ്ടോ? ചുരുളഴിക്കാനുള്ള പരിശോധനയാണ് മാന്നാറിൽ നടക്കുന്നത്. 15 വർഷം മുമ്പ് കാണാതായ കല എന്ന യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു ഊമക്കത്തിലൂടെ ലഭിക്കുന്ന സൂചന, അതിൽ നിന്ന് പോലീസിന്റെ അന്വേഷണം എത്തി നിൽക്കുന്നത് കലയുടെ ഭർത്താവായിരുന്ന അനിൽകുമാറിന്റെ വീടിന്റെ മുറ്റത്തെ സെപ്റ്റിക് ടാങ്കിലേക്കാണ്. ആ സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധന അവിടെ ആരംഭിച്ചിരിക്കുന്നു. മൊഴികളുണ്ട്, ശക്തമായ മൊഴികളുണ്ട്. അനിൽകുമാറിനെതിരെ ഇത്തരത്തിലൊരു കൊലപാതകമാണ്, കലയുടെ തിരോധാനം അതൊരു കൊലപാതകമെന്ന മൊഴികളുണ്ട്. കൊന്നു കുഴിച്ചു മൂടിയത് സെപ്റ്റിക് ടാങ്കിനുള്ളിൽ എന്ന് അനിൽകുമാറിന്റെ ബന്ധുക്കൾ ആയിട്ടുള്ള ഈ കൊലപാതകത്തിൽ ഈ മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ച ബന്ധുക്കൾ തന്നെ മൊഴി നൽകുന്നു. അതിൽ നിന്ന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള ഒരു പരിശോധനയിലേക്ക് പോലീസ് പോകുന്നത്. AV ജയശങ്കർ തുടരുന്നുണ്ട്. ജയശങ്കർ, ഈ കലയുമായി ബന്ധപ്പെട്ട് കലയുടെ നാടെവിടെ, കല എങ്ങനെ ഈ മാന്നാറിലെത്തി, അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ആ പരിസരവാസികൾക്ക്, ഒരുപക്ഷെ 15 വർഷം മുമ്പുള്ള വിവാഹമോ ബന്ധമോ ഒക്കെയാണ്, കാണാതായിട്ട് 15 വർഷമാകുന്നു, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ആ നാട്ടുകാർക്ക് അറിയാമോ? അതായത് ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് എത്തുന്നൊരു ഘട്ടത്തിലാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയുന്നത്. കാരണം 15 വർഷം പഴയൊരു സംഭവമാണ്. ഇവർ ഈ വിവരത്തെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷേ പോലീസിന് ശേഷമാണ് വിവരങ്ങൾ അറിയുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ അനിൽകുമാറിൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ മകൻ ഉൾപ്പെടെ 4 പേരാണ് കസ്റ്റഡിയിലുള്ളത്. ഇവർ വളരെ ശക്തമായ മൊഴിയാണ് ഈ അനിൽകുമാറിനെതിരെ നൽകിയിരിക്കുന്നത്. ആ തുണി കഴുത്തിൽ ചുറ്റി കൊലപാതകം നടത്തി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ മറവ് ചെയ്യാൻ മാത്രമാണ് സഹായം നൽകിയതെന്നും ഇത്തരത്തിൽ കസ്റ്റഡിയിലുള്ളവർ മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും കാറിലാണ് മൃതദേഹം ഇവിടെ എത്തിച്ചതെന്നും ഈ അനിൽകുമാറിനെതിരെയുള്ള മൊഴിയുണ്ട്. എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട കലയുടെ കൊലപാതകം നടത്തി എന്നുള്ള തരത്തിലുള്ളൊരു മൊഴി തന്നെയാണ് നിലവിൽ ഇവർ പോലീസിന് നൽകിയിരിക്കുന്നത്. ഈ കലയും അനിൽകുമാറും പ്രണയിച്ച വിവാഹം കഴിച്ചവരായിരുന്നു. ഇവർ ഇരുവരുടെയും പുനർവിവാഹമായിരുന്നു, 2ാം വിവാഹമായിരുന്നു. അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ വളരെ മികച്ച ബന്ധമായിരുന്നെങ്കിലും പിന്നീട് ചില പ്രശ്നങ്ങൾ ഈ ബന്ധത്തിൽ ഉണ്ടായി എന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. ഈ സ്വരച്ചേർച്ച ആയിരിക്കാം ഒരുപക്ഷെ കൊലപാതകത്തിലേക്കും മറ്റും നയിച്ചതെന്ന നിഗമനത്തിലുമാണ് പോലീസ്. എന്തായാലും ഇനി പോലീസ് സംബന്ധിച്ച് ഈ സെപ്റ്റിക് ടാങ്ക് തുറന്നുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്കാണ് പോലീസ് കടക്കുന്നത്. ഇതിൽ നിന്നും ഈ കലയുടേതെന്ന് സംശയിക്കുന്ന അസ്ഥിയും മറ്റും ലഭിച്ചാൽ ഈ കേസ് മറ്റൊരു തലത്തിലേക്ക് എന്തായാലും പോകും. അനിൽകുമാറിനെ നാട്ടിലെത്തിക്കേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ തന്നെ നിർണായകമാണ്. കാരണം ബന്ധുക്കൾ ഉൾപ്പെടെ മൊഴി ഈ അനിൽകുമാറിന് പൂർണ്ണമായും എതിരാണ്. ഈ കലയുടെ മരണവുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ കൊലപാതകം ആണെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു മൊഴിയാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. ഒരുപാട് ദുരൂഹത ബാക്കി നിൽക്കുന്നുണ്ട്. ഒരു ഊമക്കത്ത്, അതിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ചില മൊഴികൾ ലഭിക്കുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിശോധന മാത്രമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. ആ സെപ്റ്റിക് ടാങ്കിനുള്ളിൽ കാണാതായ കലയുടെ
ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ, അസ്ഥി ഉൾപ്പെടെയായിരിക്കാം, ഒരുപക്ഷെ 15 വർഷം പിന്നിടുന്നു ആ തിരോധാനം. അസ്ഥി ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഇതുവരെയുള്ള മൊഴികളെ വിശ്വസിക്കാം. കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കും. അതല്ല, മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ വീണ്ടും കാര്യങ്ങൾ കുഴയും. ഏതായാലും നിർണായകമായ ഒരു അന്വേഷണ ഘട്ടത്തിലെ അതിന്റെ തെളിവെടുപ്പ് ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഏതായാലും സെപ്റ്റി ടാങ്ക് തുറന്നുള്ള പരിശോധന മാന്നാറാകെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം 15 വർഷം മുമ്പ് കാണാതായ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ യുവതിയുടെ തിരോധാനം, അതിന് പിന്നിൽ ഒരു കൊലപാതകത്തിന്റെ കഥയുടെ ചുരുളഴിയുന്നതിൽ മാന്നാറാകെ ഞെട്ടിയിട്ടുണ്ട്. ഏതായാലും ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്, പരിശോധനയുടെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്, വിവരങ്ങളിലേക്ക് എത്താം.